എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ജലദിനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ CEO രേവതി മാഡത്തെ ആദരവോടും ക്ഷണിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ജലത്തെക്കുറിച്ച്, വെള്ളത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. കാരണം പല രാജ്യങ്ങളിലും പല സിറ്റികളിലും പല ഗ്രാമപ്രദേശങ്ങളിലും നിങ്ങൾക്കറിയാം വെള്ളത്തിന് പ്രശ്നമുണ്ടെന്ന് അല്ലേ? വെയിലായിക്കഴിഞ്ഞാൽ, വേനലായിക്കഴിഞ്ഞാൽ പലയിടങ്ങളിലും വെള്ളത്തിന് പ്രശ്നമാണ്. വെള്ളം നമ്മൾ സംരക്ഷിക്കണം. അതിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ വേൾഡ് മൊത്തമായിട്ട് ആഘോഷിക്കുകയാണ് ഇന്ന്. ജലത്തെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുന്നത്. ജലത്തെ എങ്ങനെ സംരക്ഷിക്കും, അതിനെ എങ്ങനെയാണ്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചൊക്കെ ആഗോളതലത്തിൽ ചർച്ച നടക്കുന്ന ഒരു ദിവസമാണിന്ന്. എൻ്റെ പേര് ഷാജി പാൽക്കര. ഞാൻ DISയിൽ വരാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷമായി. ഇവിടെ വരുമ്പോൾ ശരിക്കും മനസ്സിന് വളരെയേറെ സന്തോഷമാണ്. കാരണം ഇവിടുത്തെ കുട്ടികളുടെ മുഖത്ത് ദേഷ്യം കാണാനില്ല, മറ്റ് ഒരു ഇതും കാണാനില്ല. അവരെപ്പോഴും വളരെ സന്തോഷമാണ്. ആ സന്തോഷത്തോടുള്ള കുട്ടികളുടെ ഇന്ന് ജലദിനമാണ്. ഈ ജലദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കൊരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ ഇവിടെ സംഘടിക്കുന്നുണ്ട്. പക്ഷേ ആ കുട്ടികളുടെ ചിത്രങ്ങൾ നോക്കാനാണ് എന്നെ ക്ഷണിച്ചത്. പക്ഷേ അവരുടെ ചിത്രങ്ങൾക്ക് ഒരിക്കലും എനിക്ക് മാർക്കിടാൻ കഴിയില്ല. കാരണം അവരുടെ ഭാവനകൾ വളരെ വലുതാണ്. കാരണം ഓരോരുത്തരും വളരെയേറെ ശ്രദ്ധാപൂർവം കളറുകൾ എടുത്ത് വയ്ക്കുകയും വരയ്ക്കുകയൊക്കെ വളരെ അവരുടെ മനസ്സിൽ നിറഞ്ഞ രീതിയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ അവർക്ക് മാർക്കിടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. എങ്കിലും അതിൽ ഏറ്റവും നല്ലതിനെ നോക്കി എടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അതിന് മാർക്കിടാൻ കഴിയില്ല എങ്കിലും തിരഞ്ഞെടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഞാൻ ഇവിടെ ആദ്യം വരുമ്പോൾ ഇവിടെ ഒരു പെയിൻറ്റിങ്ങിന് ക്ലാസ് നടക്കുന്നുണ്ട്. ആ ക്ലാസ് എടുക്കുന്നത് ടഫണ്ടമായ ഒരു സനിലാണ്. പക്ഷേ സനിൽ വളരെ നല്ല രീതിയിലാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. കുട്ടികളെല്ലാം അക്രിലിക്കിലും ഓയിൽ കളറിലും ചാർക്കോളിലൊക്കെ വളരെ മനോഹരമായിട്ട് ചിത്രങ്ങൾ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നല്ലൊരു ആർട്ട് ഗാലറി ഇതിനകത്തുണ്ട്. അവരുടെ രചനകൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. വില പിടിക്കുന്ന രീതിയിലുള്ള, അതായത് നല്ലൊരു ചിത്രകാരൻ വരയ്ക്കുന്നതിലുപരി അവർ വളരെയേറെ ശ്രദ്ധാപൂർവം കളറുകൾ വെച്ചിരിക്കുന്ന കാണാൻ നമുക്കിവിടെ കഴിയും. വളരെ നല്ല രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ വളരെ വ്യത്യാസമുണ്ട്. കുട്ടികളുടെ ഭാവന തന്നെ മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററിലെ ക്ലാസ് കുട്ടികൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നു. അവർക്ക് അവരുടെ കളറും അവരുടെ മനസ്സിനെയൊക്കെ ഇവിടെ ഈ ചിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും.